നമസ്കാരം. വിഷുവിന് ഇനി അധികം ദിവസങ്ങളില്ല. വിഷുവിന് മുൻപ് ഈ പരാമർശിക്കുന്നതായ നക്ഷത്രക്കാരായ വ്യക്തികൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് കൂടുതൽ ഗുണകരമായി തീരും. ഇവർ തീർച്ചയായും വിഷുവിന് മുൻപ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗുരുവായൂരിൽ എത്താൻ സാധിക്കുകയാണ് എങ്കിൽ മഹാഭാഗ്യം. ഭൂമിയിലെ വൈകുണ്ഠത്തിൽ തന്നെ ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷുവിനോ അല്ലെങ്കിൽ വിഷുവിന് മുൻപായോ തീർച്ചയായും ഗുരുവായൂരിൽ എത്തുവാൻ ഏവരും ശ്രമിക്കണം. എന്നാൽ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും ദർശനം നടത്തണം എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാൻ കാത്തിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അനുഭവിച്ച് പോരുന്നവരാണ്. അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം പല രീതിയിലും കാര്യങ്ങൾ പ്രതികൂലമാകുന്ന സാഹചര്യം, അനുകൂലമാകും എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും പ്രതികൂലമാകുന്ന ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. ധനപരമായ പ്രയാസങ്ങളിലൂടെയും മാനസികപരമായ വിഷമതകളിലൂടെയും മുന്നോട്ട് പോകുന്ന സാഹചര്യം, പലരിൽ നിന്നും കുത്തുവാക്കുകൾ കേൾക്കുന്നു. മനസ്സിൽ പോലും ചിന്തിക്കാത്തതായ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്നും പഴി കേൾക്കുന്നതായ സാഹചര്യമുള്ള ഇവർക്ക് വിഷു മുതൽ തന്നെ മാറ്റങ്ങൾ പ്രകടമാകും. തീർച്ചയായും ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധിക്കുമെങ്കിൽ ദർശനം നടത്തണം. തീർച്ചയായും ഭഗവാൻ തന്നെ നിങ്ങളെ കൈപ്പിടിച്ചുയർത്തുന്ന സാഹചര്യം തന്നെയാണ് രൂപപ്പെടുക. ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നതായ സാഹചര്യമുണ്ട്. തീർച്ചയായും ഗുരുവായൂരിൽ അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുവാൻ തുടങ്ങും. തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങണം. രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ പല കാര്യങ്ങളും ആലോചിച്ച് പ്രവർത്തിക്കുന്നു എങ്കിൽ പോലും പ്രതീക്ഷിക്കുന്ന ഉയർച്ചയോ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളോ ജീവിതത്തിൽ വന്ന് ഭവിക്കാത്തത് ഇവരെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരോഗ്യപരമായ ക്ലേശങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നഷ്ടങ്ങളോ കുത്തുവാക്കുകളോ കേൾക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ഇതിലൊരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ്. തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഭഗവാൻ തന്നെ നിങ്ങളെ വിളിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പോലും സാധിക്കുന്നത്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം അനുഭവഭേദ്യമാകും. വിഷു മുതൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. പലവിധ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഭഗവാൻ നൽകുന്നതായ അവസരങ്ങൾ അത് കൃത്യതയോടെ തന്നെ നിങ്ങൾ വിനിയോഗിക്കണം. പുണർദം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് നിരവധിയാർന്ന പ്രാർത്ഥനകൾ ഉള്ളവരാണ്. ഭഗവാനോട് അഗാധമായ ഭക്തി മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. എങ്കിലും ജീവിതത്തിൽ പല അവസരങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഇപ്പോൾ ജീവിതത്തിൽ ചില ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളെങ്കിലും അനുകൂലമാകണം എന്ന് അതിയായി ആഗ്രഹിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നത് എന്ന് മാത്രമല്ല, പല വ്യക്തികളിൽ നിന്നും പല വിധത്തിലുള്ള ചതികളോ വിഷമകരമായ സാഹചര്യങ്ങളോ നേരിടുന്നു.
പ്രതീക്ഷിക്കുന്ന ഉയർച്ചയോ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പലതും ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഇതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. തീർച്ചയായും വിഷു മുതൽ തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും. തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധിക്കുമെങ്കിൽ ദർശനം നടത്തണം. ഗുരുവായൂരപ്പൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യം വന്നു ചേരാം. തീർച്ചയായും ഗുരുവായൂരിൽ തന്നെ വിഷുവിന് മുൻപോ അല്ലെങ്കിൽ വിഷുവിനോ ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയില്യം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും ലഭിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട്. അതിലൊരു മാറ്റം വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചാൽ പോലും പലപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ പലരിൽ നിന്നും സഹകരണം ലഭിക്കാത്തതായ അവസ്ഥ, പലരും ചതിക്കുന്നതായ അവസ്ഥ, പലർക്കു വേണ്ടിയും പ്രവർത്തിച്ചിട്ടും അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്കൊപ്പം പലരും നിൽക്കാത്തതായ സാഹചര്യം പോലുമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ നിരാശരാണ് എന്നതും വാസ്തവമാണ്. ധനപരമായ പ്രയാസങ്ങളാൽ പല കാര്യങ്ങളും മാറ്റിവച്ചിരിക്കുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ കടം വാങ്ങി മുന്നോട്ട് പോകേണ്ട സാഹചര്യമോ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിലൊരു മാറ്റം അനുഭവഭേദ്യമാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. പ്രധാനമായും വിഷു മുതൽ തന്നെ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ കടന്നു വരാം. എന്നാൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂരിൽ ദർശനം നടത്തണം. ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും. അതിനാൽ തീർച്ചയായും നിങ്ങൾ വിഷുവിന് മുൻപോ അല്ലെങ്കിൽ വിഷു ദിവസമോ തീർച്ചയായും ഗുരുവായൂരിൽ അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തും. ചിത്തിര നക്ഷത്രക്കാർ പ്രയാസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം. കാരണം പലവിധ വിഷമങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലുള്ള വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. പലരാലും വിഷമങ്ങൾ നേരിടുന്ന സാഹചര്യം, അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ കുടുംബത്തിലെ അംഗങ്ങളോ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ നേരിടുകയും കുത്തുവാക്കുകൾ, അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും പലവിധ വിമർശനങ്ങൾ, സാഹചര്യം മനസ്സിലാകാതെയുള്ള വിമർശനങ്ങൾ നേരിടേണ്ടതായ സാഹചര്യമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയോ നേട്ടങ്ങളോ കടന്നു വരുന്നില്ല, അഥവാ അർഹതയ്ക്കനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പല വ്യക്തികളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനാൽ അനുകൂലമാകാത്തതായ സാഹചര്യമുണ്ട്. ശത്രുദോഷം പോലും നിങ്ങളെ വലയ്ക്കുന്നതായ സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം പ്രകടമാകാവുന്ന സമയമാണ് വിഷു മുതൽ. തീർച്ചയായും വിഷുവിന് മുൻപ് തന്നെ അല്ലെങ്കിൽ വിഷു ദിവസമാണ് എങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തണം. സാധിക്കുന്നില്ല എങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വിഷു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവഭേദ്യമാകും. നിങ്ങൾ തീർച്ചയായും ഗുരുവായൂരിൽ എത്തണം എന്ന് ഭഗവാൻ കൂടി ആഗ്രഹിക്കുന്നതിനാൽ തന്നെയാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത്. ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തും. തീർച്ചയായും ദർശനം നടത്തുക. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജീവിതത്തിൽ ലഭിക്കേണ്ടത് അത് ലഭിക്കാത്തതായ അവസ്ഥ. പല കാര്യങ്ങളിലും കാര്യതടസ്സങ്ങളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ മൂലമുള്ള ചില വിഷമതകളോ ജീവിതത്തിലുണ്ട്. അതിനാൽ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് നേടേണ്ടത് അതെല്ലാം തടസ്സപ്പെട്ട് നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. അർഹതയ്ക്കനുസരിച്ചുള്ള ഫലം ലഭിക്കാത്തത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലൊരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന സമയത്തിലേക്കാണ് പ്രവേശിക്കാനായി പോകുന്നത്.
സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ കടബാധ്യതകൾ പോലും നിങ്ങളെ വലയ്ക്കുന്നു എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം തന്നെയാണ് വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ സിദ്ധിച്ചിരിക്കുന്ന വ്യക്തികളായ നിങ്ങൾക്ക് ഭഗവാന്റെ സന്നിധിയിൽ തീർച്ചയായും ഈ വിഷുവിന് മുൻപ് നിങ്ങൾ എത്തിച്ചേരണം. സാധിക്കുന്നില്ല എങ്കിൽ വിഷുവിനാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നു ചേരും. മാറ്റങ്ങൾ വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും. മൂലം നക്ഷത്രക്കാരായ വ്യക്തികൾ ജീവിതത്തിൽ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രക്ഷ ലഭിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷ നേടണം എന്ന്. പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ജീവിതം പലപ്പോഴും കടബാധ്യതകളാലോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങളാലോ മറ്റു ബുദ്ധിമുട്ടുകളാലോ ജീവിതത്തിൽ പ്രയാസങ്ങൾ ദുരിതപൂർണമായ അവസ്ഥ നേരിടുന്നവരാണ്. കുടുംബ സൗഖ്യം ലഭിക്കാത്തതായ സാഹചര്യമോ അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ അർഹമായത് ലഭിക്കാത്തതായ സാഹചര്യം, മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായ സാഹചര്യമോ ഉണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുകയോ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും അത് മാറ്റമായി അനുഭവഭേദ്യമാകുന്ന സമയമായിരിക്കും വിഷു മുതൽ. പല കാര്യങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരാം. എന്നാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തണം. അഥവാ ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങും. കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സാഹചര്യം വന്നു ചേരാം. പല പ്രശ്നങ്ങൾക്കും പോംവഴി കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഭഗവാനെ ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. ഭഗവാന്റെ സന്നിധിയിൽ തീർച്ചയായും എത്തുക. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമാകും എന്ന് ചിന്തിച്ചിട്ടും പ്രതികൂലമാകുന്ന സാഹചര്യം, അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ഇതിലൊരു മാറ്റം വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ജീവിതത്തിലെ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഭഗവാൻ തന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. വിഷു മുതൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകും. വിഷു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാകും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ചയും പ്രശ്ന പരിഹാരങ്ങളും കടന്നു വരും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിഷുവിന് മുൻപ് തന്നെ നിങ്ങൾ തീർച്ചയായും ഗുരുവായൂരിൽ അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പരമാവധി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ നിങ്ങൾ ദർശനം നടത്തണം. ഭഗവാന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മാറ്റം പ്രകടമാകും. ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യം അനുഭവഭേദ്യമാകും. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നപരിഹാരങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന സമയമാണ്. പ്രാർത്ഥനകൾ പലതും ജീവിതത്തിലുണ്ട്. ആ പ്രാർത്ഥനകൾ സഫലമാകണം എന്നാഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് സാധ്യമാകാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. കാരണം പലരും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ശത്രുദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഇതിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന സമയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പല വ്യക്തികളുടെയും തെറ്റിദ്ധാരണകൾ അത് മാറ്റുവാൻ സാധിക്കും. നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. തീർച്ചയായും ഈ സമയം നിങ്ങൾ ഭഗവാനെ ആരാധിക്കണം. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗുരുവായൂരിൽ ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും. സാധിക്കുന്നില്ല എങ്കിൽ അടുത്തുള്ള
ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് എങ്കിലും ദർശനം നടത്തുക. വിഷു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവവേദ്യമാകും. ഭഗവാൻ തന്നെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകും. തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കണം. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളും ഈ സമയം നടത്തുവാൻ ശ്രദ്ധിക്കുക. ഭഗവാന് തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം സമർപ്പിക്കുന്നതും കൂടുതൽ ഗുണകരം തന്നെയാണ്.